കളിച്ചോണ്ടാണ്. വരാം ഞാൻ നിനക്കായൊരിക്കൽ നീയുള്ളലോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ എന്താണ് ഇൻഫ്ലുവൻസർ ജുനൈദ് മരണപ്പെട്ട വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞതാണല്ലോ. അപ്പോൾ അവനെ കളിയാക്കുന്ന രീതിയിൽ, ഇപ്പോൾ അയാൾ എന്ത് തെറ്റ് ചെയ്തതാണെങ്കിലും നമ്മളങ്ങനെ ഒരാളെ കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ കളിയാക്കുന്ന രീതിയിൽ കൈസ് ഒരു വീഡിയോ ഇട്ടതായിട്ട് കണ്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കാണുന്നില്ല, അത് എഡിറ്റ് ചെയ്ത് കളഞ്ഞു എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമ്മളൊരു മരണപ്പെട്ടു പോയ ആളെ ഇങ്ങനെ അയാളുടെ ആ ഒരു നേരത്തെ ചെയ്ത ആ ഒരു സോങ്ങിനെ വെച്ചിട്ട് ആ ഒരു കളിയാക്കുന്ന രൂപേണ ഇങ്ങനെ ചെയ്തത് ഒട്ടും ശരിയായില്ല. കൈസിൻ്റെ ഒരുപാട് വീഡിയോകളൊക്കെ ഞാൻ കാണുന്നതാണ്. അതുപോലെ തന്നെ കൈസിന് എനിക്ക് ഒരു ഇഷ്ടമുള്ളൊരു ക്യാരക്ടറും ആണ്. പക്ഷേ ഈ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ എനിക്കെന്തോ അത് പറയേണ്ടത് നമ്മൾ എന്താണെങ്കിലും എവിടെയാണെങ്കിലും പറയണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ഒരുപാട് പേര് ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്താണ് അതിൽ യാഥാർത്ഥ്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു റംലാൻ മാസമാണ്. അതുപോലെ തന്നെ കൈസ് ഒരു മുസ്ലിമാണ്. അപ്പോൾ ഈ ജുനൈദ് എന്ന് പറയുന്നത്, ഞാൻ മതോ ജാതിയോ ഒന്നും പറയല്ല കേട്ടോ, കാര്യം പറയുമ്പോൾ നമ്മൾ പറയണമല്ലോ. ഈ ജുനൈദ് എന്ന ആളെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ഹിന്ദു യുവാക്കളാണ് രംഗത്ത് വന്നിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എന്താ ചോദിച്ചാൽ ഒരു മുസ്ലിമായിട്ട് പറഞ്ഞിട്ട് കൈസിന് ആ ഒരാളെ ഈ ഒരു പുണ്യമാക്കപ്പെട്ട ഇതിൽ സമയത്ത് കൈസിന് എന്തായാലും നോമ്പായിരിക്കും എന്നുള്ളത് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു നോമ്പും വെച്ചിട്ട് ഒരാളെ ഇങ്ങനെ കളിയാക്കാൻ, ഒരു മരണപ്പെട്ടു പോയ ഒരാളെ കളിയാക്കേണ്ട ആ ഒരു ഇതുണ്ടല്ലോ, അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നമുക്ക് ഇതാകാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ കളിയാക്കുന്ന ആ കൈസ്, പക്ഷേ ഹിന്ദുക്കളായ അവർ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കൈസ് പറഞ്ഞതൊട്ടും ശരിയായില്ല, ആ ഒരാൾ മരണപ്പെട്ടു പോയതല്ലേ എന്ന് പറഞ്ഞിട്ട് ജുനൈദിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പറ്റം ഹിന്ദു യുവാക്കൾ വന്നു എന്ന് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഹിന്ദു, ക്രിസ്ത്യൻ, അങ്ങനെ കുറച്ച് പേര്, ഞാനങ്ങനെ ഇതായിട്ട് പറയല്ല. ഇപ്പോൾ ഞാൻ കാണുന്ന കുറച്ച് പേരുണ്ട്, എനിക്കിതിൽ യൂട്യൂബിൽ അറിയുന്ന കുറച്ച് പേരുണ്ട്. അവർ ഇതെടുത്ത് പ്രതികരിക്കുന്നത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഇപ്പം എടുത്ത് പറയുകയാണെങ്കിൽ മൂപ്പൻ വ്ളോഗ്സ്, അതുപോലെ തന്നെ ഡാനി, അതുപോലെ കുറച്ച്, അതുപോലെ ഒന്ന് രണ്ട്, എനിക്ക് പെട്ടെന്ന് പേര് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഇപ്പം മൂപ്പൻ്റെ ഫസ്റ്റ് ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിക്കാരന് ഈ ഒരു രീതി പ്രതികരിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് തോന്നിയത്. കൈസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് ചെയ്തത് എന്നാണ്. കൈസ് അത് അപ്പം തന്നെ പിന്നെ അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അത് ഡിലീറ്റ് ചെയ്യണോ എഡിറ്റ് ചെയ്ത് കളയണോ എന്നറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ കമൻസ് ഉണ്ടായിരുന്നു. ഇതിൽ തന്നെ കൈസിന് പറയുന്ന കുറേ കമൻസുകളുണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള രീതിയിൽ കൈസിന് പറയുന്ന കമൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം പുള്ളിക്കാരൻ റിമൂവ് ചെയ്തു. എന്തായാലും കൈസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരൊന്ന് കണ്ടു നോക്കൂ. വരാം ഞാൻ നിനക്കായൊരിക്കൽ നീയുള്ള ലോകങ്ങളിൽ, വരും നേരം എന്നോട് ചേരണമെൻ ജീവനിൽ നീ, അതില്ലാതെ വയ്യൻ നെഞ്ചോരം നീ മാത്രം. ഈ രീതിയിലായിരുന്നു മറ്റൊരു ഡാൻസ് കളിച്ചത്. അല്ല, കണ്ട് സ്റ്റെപ്പ് കാണാൻ. അപ്പോൾ എന്താ പറയുക, കൈസ് ഇത് ചെയ്തത് ഒട്ടും ശരിയായില്ല. ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഇത് ചെയ്തത്. ഒരുപാട് ആളുകൾ അതെടുത്ത് ഇത് ചെയ്തു. കൈസ് തന്നെ ചിന്തിച്ച് നോക്കും. ഇപ്പോൾ എത്ര ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും അത് പറഞ്ഞത് നീ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇല്ലെങ്കിൽ അതിന് ഞാൻ ചെയ്തത് തെറ്റാണെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു വീഡിയോ ആണ് ചെയ്യേണ്ടിയിരുന്നത്. അല്ലാതെ ആ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ആ ഭാഗം എഡിറ്റ് ചെയ്ത് കളയുക, പിന്നെ കമൻറ്റുകൾ ഡിലീറ്റ് ചെയ്യുകയെന്നല്ല ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെ ചിന്തിക്കാവുന്ന ഉള്ളൂ. നമ്മളൊരു വീഡിയോ ചെയ്യാൻ പോകുമ്പോൾ ഒരാളെക്കുറിച്ച് ഒരു ഇത് പറയുന്ന സമയത്ത് ആ വ്യക്തി ഇന്ന് ഭൂമിയിലില്ല, അത് മാത്രം ചിന്തിച്ചാൽ മതി. അത് ചിന്തിക്കാതെ ഇങ്ങനെ എടുത്ത് ഒറ്റയടിക്ക് എടുത്തിട്ട് ഇങ്ങനെയുള്ള ആ ഒരു കളിയാക്കുന്ന രൂപയുടെ ചെയ്ത ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കൈസ്. അത് എത്ര തന്നെ ഇതാണ്, അയാളിപ്പോൾ എന്ത് തെറ്റ് ചെയ്താലും. ഇപ്പോൾ ന്യൂസ് വന്നിട്ടുണ്ട്, ഞാനിപ്പോൾ ഉച്ചയ്ക്ക് ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ, പക്ഷേ എനിക്ക് ടൈം കിട്ടില്ല. നോമ്പിൻ്റെ തിരക്കുകളൊക്കെ ആയതുകൊണ്ട് എനിക്ക് ആ ഒരു ടൈം കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ മനോരമയിൽ ഇതിലൊക്കെ ന്യൂസ് കണ്ടു, ജുനൈദ് വണ്ടി ഓടിച്ചത് അലക്ഷ്യമായിട്ടാണ്, രക്തത്തിൽ മദ്യത്തിൻ്റെ അളവ് കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിലെത്രമാത്രം ശരിയാണ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പുറത്ത് വന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതിലെത്രമാത്രം സത്യസന്ധമാണ്. ഇനിയിപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് ആരെങ്കിലും ചെയ്യിപ്പിച്ചതാണോ, അതോ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ, കൊലപാതകമാണോ, എന്താണെന്നൊന്നും വ്യക്തമായിട്ട് അറിയില്ല. അപ്പോൾ അതൊക്കെ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അറിയുള്ളൂ. അപ്പോൾ നമ്മളൊരാൾ മരണപ്പെട്ടു പോയി, ശരിയാണ്, അയാൾ പീഡന കേസിലൊരു ഇതായിരുന്നു, അയാൾ
മരണപ്പെട്ടു പോയ ആളെക്കുറിച്ച് നമ്മളിങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ഈ കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ. കുറച്ചും കൂടി ലോജിക്കോട് കൂടി ചിന്തിക്കണം. നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൽ എത്രമാത്രം ശരിയുണ്ട് തെറ്റുണ്ട് എന്നുള്ളത് ചിന്തിക്കുക. ശരി, അയാൾ ജീവിച്ചിരിക്കുകയാണ്, അയാൾ ഇങ്ങനെയൊക്കെ തെറ്റുകൾ ചെയ്ത് നടക്കുകയാണെങ്കിൽ നമ്മൾക്ക് അയാളെക്കുറിച്ചും ഇങ്ങനെയൊക്കെ പറയാം. പക്ഷെ മരണപ്പെട്ടിട്ടും ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാൻ കാണിച്ച ആ ഒരു മനസ്സ് അത് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ കൈസ് എത്ര എടുത്ത് കളഞ്ഞാലും അത് എത്തേണ്ട അവിടെയൊക്കെ എത്തിയിട്ടുണ്ട്, കൂടുതലായിട്ട് സ്പ്രെഡ് ആയിട്ടുമുണ്ട്. അപ്പോൾ അത് ചെയ്ത് തൊട്ടും ശരിയായില്ല എന്ന് തന്നെയാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും പിന്നെ ന്യായീകരിക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് ഡിലീറ്റ് ചെയ്തിട്ട് വേറെ വീഡിയോ ഇട്ടതാണെന്നൊന്നും അറിയില്ല. പിന്നെ ന്യായീകരിക്കുന്ന രീതിയിലുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരുന്നു, കണ്ടു നോക്കൂ. പലരും സംഭവം അറിഞ്ഞു കാണും. മഞ്ചേരി കാരക്കുന്ന് മരുത്താണി വളവിൽ റോഡരികിൽ രക്തം വാർന്ന് കിടക്കുകയായിരുന്നു പുള്ളിക്കാരൻ. പ്രഥമ ദിശയെ ആക്സിഡന്റ് ആയി തന്നെ തോന്നും. ആ റൂട്ട് വഴി പാസ് ചെയ്ത ബസ് ജീവനക്കാരാണ് ജുനൈദ് രക്തത്തിൽ വാർന്നു കിടക്കുന്നത് കാണുന്നത്. ഉടനെ തന്നെ വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ആളെ രക്ഷിക്കാനായില്ല. റോഡരികിലെ മൺകൂനയിൽ തട്ടി അപകടം ഉണ്ടായതാണ് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. എന്തായാലും പുള്ളിക്കാരൻ മൃതദേഹം ഇപ്പൊ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിട്ടുണ്ട്. മൃതദേഹവുമായി ബന്ധപ്പെട്ട് പല നടപടികളും ഇനിയും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇനി ജുനൈദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാലത്ത് റീൽസുകളിലൂടെ നമ്മൾ പൊട്ടിച്ചിരിപ്പിച്ച ഒരു വ്യക്തിയും കൂടിയാണ് ഈ പറയുന്ന ജുനൈദ്, അല്ലെ? ജുനൈദ് ആദ്യമായി ജനശ്രദ്ധയിൽപ്പെടുന്നത് മറ്റേ ജോസഫ് സിനിമയിലെ പാട്ടിന്റെ ഡാൻസ് കളിച്ചുകൊണ്ടാണ്. വൺ ട്രോളുകളാണ് ഈ ഡാൻസിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്, അല്ലെ? പലരും പറയുന്നത് ഈ പാട്ട് കണ്ടിട്ട് ഒരുപാട് കരഞ്ഞെങ്കിലും ഈ പാട്ട് കണ്ട് ആദ്യമായിട്ട് ചിരിക്കുന്നത് ഇങ്ങനെ ഡാൻസ് കണ്ടിട്ടാണ്. അപ്പോൾ ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് ഇട്ട വീഡിയോ ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അത് ചെയ്തത് ഒട്ടും ശരിയല്ല. പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഒരാളെ കൊന്നു കഴിഞ്ഞിട്ട് സോറി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ഇത്രത്തോളം പറഞ്ഞു മരിച്ചു കിടക്കുന്ന ഒരാളെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അത് പിന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് അത് കാണേണ്ടവരൊക്കെ കണ്ടു, അതുപോലെ എത്തേണ്ടവിടെയൊക്കെ എത്തുകയും ചെയ്തു. പിന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടോ ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആലോചിച്ച് ചെയ്യുക, എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കുക. ഒരാൾ മരണപ്പെട്ടു പോയതാണ്, അത് ഒന്നാമത്തത് ഈ മാസത്തിൻ്റെ പവിത്രത എന്തായാലും അറിയാവുന്നതാണ്. അതിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എൻ്റെ അടുത്തും വന്നിട്ട് എന്നെയും ഇതായിട്ട് പറയും, നോമ്പായിട്ട് നിനക്ക് നാണമില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും. ഞാനുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ. ഇല്ലാത്ത കാര്യങ്ങളോ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടോ ഞാനൊരു വീഡിയോയും ചെയ്യാറില്ല. ഞാൻ അതിന് എത്രമാത്രം ആ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അത് കണ്ട് നോക്കി അതിന് എത്രമാത്രം ഇതുണ്ടെന്ന് അതിലെത്രമാത്രം ജെന്യൂൻ ആണെന്നുള്ളത് തോന്നിട്ട് മാത്രം ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ. അല്ലാതെ കണ്ടതും കാണാത്തതും എല്ലാം എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്ന രീതിയിലുള്ള വീഡിയോസുകളൊന്നും ഞാൻ ചെയ്യാറില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്തത് തന്നെ. അപ്പോൾ എന്തായാലും കൈസ് ഇത്രയും വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ്. എന്തിനെക്കുറിച്ചും വരായകളെല്ലാം അറിയാം, എത്രമാത്രം ശരിയാണ് തെറ്റാണെന്നെല്ലാം അറിയാം. പക്ഷേ ഈ ഒരു വിഷയം എടുത്ത് ഇങ്ങനെ കളിയാക്കുന്ന രൂപേണ ഈ ഒരു വീഡിയോ ചെയ്തത് ഒട്ടും ശരിയായില്ല. അതൊരിക്കലും ആർക്കും അംഗീകരിക്കാനും കഴിയില്ല എന്ന് തന്നെയാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്, പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.